പ്രവാചകൻ യൂസുഫ് നബിയുടെ ചരിത്രം അധ്യായം 12. അങ്ങനെ ആ സഹോദരങ്ങൾ ഈജിപ്തിൽ തിരിച്ചെത്തി യൂസുഫിനോട് തങ്ങളുടെ പിതാവിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബിനിയാമീനെ ഞങ്ങളുടെ കൂടെ അയക്കണം. അപ്പോൾ യൂസുഫ് അവരോട് പറഞ്ഞു, നിങ്ങൾ പണ്ട് യൂസുഫിനോടും അവൻ്റെ സഹോദരനോടും ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് യൂസുഫ് തന്നെയാണെന്ന്. അവർ ചോദിച്ചു, താങ്കൾ തന്നെയാണോ യൂസുഫ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് യൂസുഫ്. ഇത് ബിനിയാമീൻ, ഇതെൻ്റെ സഹോദരനുമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ പാപികളായിരുന്നു, താങ്കൾ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ യൂസുഫ് പറഞ്ഞു, ഇന്ന് നിങ്ങൾക്കെതിരെ ഒരു പ്രതികാര നടപടിയും ഞാൻ എടുക്കുന്നില്ല. ദൈവം നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ, അവൻ പരമകാരുണ്യനാണല്ലോ. എന്നിട്ട് യൂസുഫ് അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈ കുപ്പായവും ആയിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോവുക. ഈ കുപ്പായം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടും. പിന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. അങ്ങനെ യൂസുഫ് പറഞ്ഞതനുസരിച്ച് ആ സഹോദരങ്ങൾ ഫലസ്തീനിലേക്ക് തിരിച്ചു. അദ്ദേഹം കൊടുത്തയച്ച കുപ്പായം പിതാവിൻ്റെ മുഖത്ത് വെച്ചു. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി. അങ്ങനെ യൂസുഫ് പറഞ്ഞതനുസരിച്ച് ആ സഹോദരങ്ങൾ മാതാപിതാക്കളെയും കൂട്ടി വീണ്ടും ഈജിപ്തിലേക്ക് പുറപ്പെടുകയാണ്. യൂസുഫ് മാതാപിതാക്കളെ രാജകീയമായ രീതിയിൽ തന്നെ സ്വീകരിച്ചു. തൻ്റെ സിംഹാസനത്തിൽ പിതാവിനെ കയറ്റിയിരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പണ്ട് ഞാൻ കണ്ട സ്വപ്നമുണ്ടല്ലോ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സാഷ്ടാംഗം ചെയ്യുന്നതായിട്ട് കണ്ട ആ സ്വപ്നം അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്.